ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്റ്റർ ചെയ്ത മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. നമുക്ക് ആ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായ അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ 4-ാം സങ്കീർത്തനം എല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മൾ കടക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന ഒരു സ്തോത്രം ഒരു സങ്കീർത്തനമാണ് അല്ലേ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ 4-ാം സങ്കീർത്തനം ജീവിതത്തിൽ തരുന്ന ഒരു സമാധാനമുണ്ട് അല്ലേ, ഒരു സന്തോഷമുണ്ട്. 4-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അതെ ദൈവമക്കളെ, ഇന്ന് നമ്മളിവിടെ വായിച്ചത് എന്താണ്? നമുക്ക് ആ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാർ, അതായത് നമുക്കറിയാം, ദാവീദിനോട് അനേകർ പറയുകയാണ്, അല്ലെങ്കിൽ അനേകർ ചോദിക്കുന്നുണ്ടായിരിക്കാം, നിനക്ക് എവിടുന്നാണ്, നിനക്ക് ആര് നന്മ കൊണ്ടുതരും? സ്തോത്രം. ഈ ഒരു ചോദ്യം പലപ്പോഴും നമ്മളെ ഓരോരുത്തരെ നമ്മളും ഫേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ വിശ്വാസത്തോടുകൂടെ ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ചിലതൊക്കെ നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ നമുക്ക് ഈ ലോകത്തിലുള്ള പല നന്മകളും ചിലപ്പോൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നവരായിരിക്കാം നമ്മൾ. സ്തോത്രം. നമുക്ക് കിട്ടാനുള്ള എല്ലാം, അതായത് ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നവരായിരിക്കാം നമ്മൾ. ഒരു പക്ഷെ നമ്മുടെ ജോലി ആയിരിക്കാം, നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും വില കൊടുക്കുന്ന എല്ലാം നമുക്ക് ഒരു പക്ഷെ ഉപേക്ഷിക്കേണ്ടി വന്നവരായിരിക്കും അല്ലേ. അപ്പോൾ സ്തോത്രം, പലരും നമ്മളോട് ചോദിക്കും, നീ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് സ്തോത്രം, ഈ ദൈവത്തെ അറിഞ്ഞ് സ്തോത്രം, നീ ഇറങ്ങി തിരിച്ചിട്ട് നിനക്ക് ആർ നന്മ തരും, നിൻ്റെ ജീവിതത്തിൽ ആരാണ് നിനക്ക് നന്മ തരുന്നതെന്ന് ഈ ഒരു ചോദ്യം നമുക്ക് പലപ്പോഴും നമ്മളാണെങ്കിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പം ഇവിടെ സങ്കീർത്തനക്കാരനോടും ഇങ്ങനെ തന്നെയാണ്. അനേകർ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ആർ നന്മ കാണിക്കും? ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ ഈ 6-ാം വാക്യത്തിൻ്റെ തന്നെ അടുത്ത വാക്യം അതിന് ആൻസർ കിടപ്പുണ്ട്. എന്താണ്? യഹോവേ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിനോട് അനേകർ ചോദിച്ചിട്ടുണ്ട് അല്ല, നിനക്ക് നന്മ ആര് തരും? സ്തോത്രം. ഈ ദൈവത്തെ വിളിച്ചിട്ട് നിനക്ക് മുഴുവൻ കഷ്ടതയാണല്ലോ, ഈ ദൈവത്തെ അറിഞ്ഞിട്ട് നിൻ്റെ ജീവിതത്തിൽ മുഴുവൻ നഷ്ടങ്ങളാണല്ലോ. സ്തോത്രം. നിനക്കെല്ലാം പരാജയങ്ങളാണല്ലോ. സ്തോത്രം. നിൻ്റെ ലൈഫിൽ നീ സന്തോഷവും ആനന്ദവും നിനക്ക് കേൾക്കാൻ പോയിട്ട് കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണല്ലോ. എപ്പോഴും പ്രതികൂലമാണല്ലോ, പ്രതികൂലമല്ലാതെ ഒഴിഞ്ഞ് നിനക്കൊരു സമയമില്ലല്ലോ. ഇങ്ങനെയൊക്കെ അനേകര വ്യക്തി ജീവിതങ്ങളോട് നമ്മളോട് പറയുമ്പോഴും നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് എന്തുണ്ട്? ഒരു കർത്താവിനെ അറിഞ്ഞ ഒരു വിശ്വാസിക്ക് തൻ്റെ ഉള്ളത്തിൽ ഒരു പ്രത്യാശയുണ്ട്. സ്തോത്രം. എന്താണ്? യഹോവേ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. അതെ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മുഖപ്രകാശം എൻ്റെയും നിൻ്റെയും ജീവിതത്തിന്മേൽ നമ്മുടെ മുഖത്തിലേക്ക് അത് ഉയർത്തിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, നമ്മുടെ എത്ര വലിയ കഷ്ടതയിലൂടെയാണെങ്കിലും നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ ദൈവം നമുക്കൊരു വലിയ ഒരു മാറ്റം നൽകുവാനിടയായിത്തീരും അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ മുഖപ്രകാശം അതൊന്നു മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്ക്. ഹല്ലേലൂയ. ശത്രുവായവൻ നമ്മുടെ ലൈഫിൽ നിന്ന് കൊണ്ടുപോയ സമാധാനമായിക്കൊള്ളട്ടെ, സന്തോഷമായിക്കോട്ടെ, എന്തും നമുക്ക് ലഭിക്കുവാൻ സ്തോത്രം, യഹോവയുടെ മുഖപ്രകാശം ഒന്ന് മാത്രം മതി. ഹല്ലേലൂയ. അതാണ് ഇവിടെ നമ്മൾ ആ ഒരു വചനം എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ. അതാണ് ദൈവം, നിൻ്റെ മുഖപ്രകാശം എൻ്റെ മേൽ ഉദിപ്പിക്കുകയാണ്. നമുക്കറിയാം ഒരു വചനമുണ്ടല്ലോ, സംഖ്യാപുസ്തകത്തിൽ ഇപ്രകാരം എഴുതി, യഹോവേ, തിരുമുഖം പ്രകാശിപ്പിച്ച് എന്നോട് കരുണയുണ്ടാകണമേ, എനിക്ക് സമാധാനം അരുളണമേ. അതേ ദൈവമക്കൾ, അപ്പം ദൈവത്തിൻ്റെ തിരുമുഖം എന്ന് വൽക്കാലം നമ്മളിന്മേൽ എന്ത് ചെയ്യണം? ഉയരണം. കർത്താവിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേലേക്ക് വരണം. ഹല്ലേലൂയ. അതൊന്നും നമുക്കെന്താണല്ല പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല അല്ലേ. നമുക്കറിയാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാണ്, അവരുടെ മുഖം എന്ത് ചെയ്തില്ല, ലജ്ജിച്ചു പോയതില്ല. അപ്പം അവങ്കിലേക്ക് നോക്കിയവരാണ് പ്രകാശിതരാകുന്നത്. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ
നമ്മൾ എന്ത് ചെയ്യണം? ഇരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇരുന്ന് കർത്താവിൻ്റെ മുഖപ്രകാശം എന്ത് ചെയ്യണം? പ്രാപിക്കുന്നവരായി തീരണം. കർത്താവിലേക്ക് നോക്കണം. പലപ്പോഴും നമുക്കറിയാം, നമുക്ക് സാമ്പത്തികമായി നമ്മൾ ഓക്കെയാണ്, എല്ലാം കൊണ്ട് നമ്മൾ ഫിറ്റാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ് ഓക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് പോവുകയില്ല. ഒരിക്കലും നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുക പോലുമില്ല, അല്ലേ? കാരണം എല്ലാം ഈ ഭൂമിയിലുണ്ട് എന്നൊരു ചിന്ത നമ്മളിൽ വരിക. എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നായിക്കോട്ടെ, ഒരു ഭാരം വരും, നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ദൈവത്തെ വിളിച്ചു പോകും, ഏത് മനുഷ്യനും, അല്ലേ? അതായത് നമ്മുടെ നമ്മൾ കർത്താവിനെ എപ്പോഴാണോ നമ്മൾ നോക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നീ ഏത് പോയിന്റിലാണ് നിൻ്റെ ദൈവത്തിങ്കിലേക്ക് നീ നിൻ്റെ മുഖത്തെ ഉയർത്തുന്നത്, അവിടെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ മുഖപ്രകാശം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ പ്രകാശം നമ്മളിന്മേൽ കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നഷ്ടമായ നന്മകളെ കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്. അപ്പോൾ ആമേൻ, സ്തോത്രം. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, അതായത് ഒരാളെ കമ്പയർ ചെയ്യാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ധാന്യവും വീഞ്ഞും, ഈ ലോകത്തിലുള്ള തിന്നാനും കുടിപ്പാനും എല്ലാം ലഭിച്ച അവരുടെ സന്തോഷത്തെക്കാളും എന്താണ്? അധിക സന്തോഷമാണ് നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. ഇത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? നമുക്കൊന്നുമില്ല, കഴിപ്പാനും കുടിക്കാനും, പട്ടിണിയിലായിരിക്കാം, ദാരിദ്ര്യത്തിലായിരിക്കാം നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന. പക്ഷെ നിൻ്റെ ഹൃദയത്തിൽ നീ കർത്താവിനെ നോക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം നിന്നിൽ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, അവർക്കുണ്ടായാലും അധിക സന്തോഷം നമുക്കുടെ ഹൃദയത്തിലുണ്ടാകും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്നുമില്ലെങ്കിൽ, ഒരു പാട്ടില്ലേ, ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ, അല്ലേ? ഒന്നുമില്ലെങ്കിലും ചില സാഹചര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവ് നമ്മൾ എങ്ങനെ മുമ്പോട്ട് ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞ പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഒന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ലൈഫിനെ ഒന്ന് പുറകോട്ട് നോക്കി, ഒന്നുമില്ലാഞ്ഞിട്ടല്ല ദൈവം നമ്മൾ ഇത്രത്തോളം നടത്തിയത്. അതൊക്കെയും ദൈവത്തിൻ്റെ കൃപയാണ്, ദയയാണെന്ന് പറഞ്ഞ് വീണ്ടും നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്കറിയാം 121 സങ്കീർത്തനക്കാരൻ എന്താണ്? എനിക്ക് സഹായം എവിടെ നിന്ന് വരും, അല്ലേ? അപ്പോൾ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരും. ഈ ഒരു പ്രത്യാശയാണ് നമ്മളെ നിലനിർത്തേണ്ടത്. ഹല്ലേലൂയ. കഷ്ടതയിൽ വരുമ്പോൾ അനേകർ നമ്മൾ സ്വന്തം കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം നമ്മൾ വിശ്വസിക്കുന്ന സ്വന്തം കുടുംബത്തിൽ തന്നെ നമ്മളോട് ചോദിക്കുക, നിന്നെ ആര് രക്ഷപ്പെടുത്തും? നിനക്ക് ആര് നിൻ്റെ ജീവിതത്തിൽ ഒരു നന്മ തരും? നിൻ്റെ ജീവിതത്തിൽ എന്താണ്? ആരാണ് നിന്നെ ഒന്ന് സഹായിക്കുന്നത്? ഇങ്ങനെ എവിടെ നിന്ന് നിനക്ക് നന്മ വരും എന്നൊക്കെയും ചോദിച്ച് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? പ്രയാസങ്ങൾ കൊണ്ടുവരിക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖപ്രകാശം കൊണ്ട് ദൈവം നമ്മൾ എന്ത് ചെയ്യും? നിറയ്ക്കുവാനിടയായി. അതൊന്ന് മാത്രം മതി ദൈവമക്കളെ. അവർക്കുണ്ടായാലും അവർക്ക് ജോലിയും സമ്പത്തും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാം ഉള്ളതിനേക്കാളും ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകുവാനിടയായി തീരും. അതുമാത്രമല്ല, ആ സമാധാനം മാത്രമല്ല, യഹോവയുടെ മുഖപ്രകാശത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ 8ാമത് നമ്മൾ വായിക്കുക, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, അല്ലേ? ഈ ലോകത്ത് നമ്മളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അനേകം പണവും സാമ്പത്തികം അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ളവർ ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ അലട്ടുന്ന രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല പ്രയാസങ്ങൾ കൊണ്ട് അവർക്കൊന്ന് ഉറങ്ങുവാൻ പോലും കഴിയാതെ വണ്ണം ഒന്ന് ഉറങ്ങി കിട്ടിയ ഒരു ദിവസം, ഒരു രാത്രി അവർ കഴിച്ചു പോകുന്നത് പല പ്രയാസത്തിലൂടെ ആയിരിക്കാം. എല്ലാം ഉണ്ട്, പുറമേ നോക്കുമ്പോൾ സാമ്പത്തികമുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിൽ പോലും ഒന്ന് കണ്ണടയ്ക്കുക, ഒന്ന് കണ്ണടച്ച് ഉറങ്ങിപ്പോവാൻ ഉറക്കം ലഭിക്കാതെ വണ്ണം ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ മുഖപ്രകാശമുള്ള എനിക്കും നിനക്കും, ഹല്ലേലൂയ, ദൈവ മുഖപ്രകാശം ലഭിച്ച എനിക്കും നിനക്കും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലായിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരുടെ കൺമുമ്പിൽ നിൻ്റെയും ജീവിതത്തിൽ വെറും വട്ടപൂജ്യമായിരിക്കാം. എങ്കിലും സ്തോത്ര കർത്താവിൻ്റെ മുഖപ്രകാശം ഉള്ള കാലത്തോളം നാം എന്ത് ചെയ്തില്ല? ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് നന്മ ദൈവം കൊണ്ട് തരും. ഹല്ലേലൂയ. നമ്മുടെ നന്മയും നമ്മുടെ സകലതും എന്താണ്? ഹല്ലേലൂയ. ഉള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. തക്ക സമയത്ത് ദൈവം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ.
അപ്പോൾ ആ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ നൽകുക. രണ്ടാമതായ സമാധാനത്തോടെ ഉറങ്ങുവാൻ ദൈവം നമുക്ക് കൃപ നൽകുക. ഹല്ലേലൂയ. കാരണം നമ്മളെ നിർഭയം വസിക്കുമാറാക്കുന്നത് നമ്മുടെ സ്വർഗീയ നല്ല പിതാവാണ്. ഹല്ലേലൂയ. ആ ദൈവം നമ്മളെ നമ്മളെ നിർഭയം വസിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ഇടങ്ങളിലും ഒരു സമാധാനം, ഒരു സന്തോഷം ദൈവം നൽകുവാൻ ഇടയായിത്തീരെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഇന്നത്തെ ദിവസം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഏത് വിഷയത്തിനാണ് ഭാരപ്പെടുന്നതെന്നും പ്രയാസപ്പെടുന്നതെന്നും എനിക്കറിയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പക്ഷേ ഇന്ന് വൽക്കാലം നിന്നോട് പറയാണ്, നീ ദൈവസന്നിധിയിൽ ഇരുന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുഖപ്രകാശം പ്രാപിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ മുഖപ്രകാശം, ആ ദൈവം നമ്മൾ ഒരു സെക്കൻഡ് മാത്രം മതി നമ്മുടെ ലൈഫ് മാറുവാൻ, ചേഞ്ച് ആവുക. ആ മുഖപ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് ഇരുളിൽ കടന്ന് തപ്പുന്ന വ്യക്തിയായാലും, ഏത് ഇരുട്ടിൽ കടന്ന് സ്തോത്രം വഴി ഏതെന്ന് അറിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രക്ഷപ്പെടേണ്ടതിന് എന്നെ ആ രക്ഷപ്പെടുത്തു, എനിക്ക് മുമ്പോട്ട് എങ്ങനെ പോകാമെന്ന് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലി അന്ധകാരത്തിൻ്റെ സ്തോത്ര പാപക്കുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കോട്ടെ നിങ്ങൾ എന്നെ കേൾക്കുന്ന വ്യക്തി എങ്കിൽ ഇന്ന് വൽക്കാല അതിനുള്ളിൽ ഹല്ലേലൂയ നീ നിന്നെ തന്നെ സമർപ്പിച്ച ദൈവസ്ഥലത്ത് നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത നിന്റെ ജീവിതത്തിൽ മേൽ ഏത് കൂരിരുട്ടിൽ മേൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം ഉദിപ്പിച്ച ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുഖപ്രകാശം സ്തോത്രം പതിഞ്ഞു കഴിഞ്ഞ ദൈവത്തിൻ്റെ വഴി നീ കാണുവാനിടയായിത്തീരോ. നിന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഹല്ലേലൂയ രക്തം ഇന്നു വരെ നീ അനുഭവിക്കാത്ത ചില വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരുവാനിടയായിത്തീരോ. ഇന്നു വരെ നീ ഒത്തിരി വട്ടം നോക്കി എനിക്കൊരു വഴിയുണ്ടോ, എനിക്ക് രക്ഷപ്പെടുവാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മ അനുഭവിക്കുവാൻ ഒരു വഴിയുണ്ടോ എന്ന് നോക്കി ഇന്നു വരെ നീ കാണാത്ത ചില വഴികളെ സ്തോത്രം എന്ന് വൽക്കാല ദൈവത്തിൻ്റെ മുഖപ്രകാശം നിൻ്റെ മേൽ ഉദിക്കുമ്പോൾ നീ അത് കാണുവാനിടയായിത്തീരോ. ചില വഴികളെ, ചില വാതിലുകളെ ദൈവം എന്ത് ചെയ്യും, നീ ഇന്ന് വൽക്കാലം കാണുവാനിടയായിത്തീരോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നീ ഒന്നിനാലും ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഭരമേൽപ്പിക്കുമ്പോൾ അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കാതെ ദൈവമക്കളെ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ ദിവ്യ പ്രകാശം, ആ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിപ്പിക്കുകയും നമ്മൾ കാണാത്ത ചില നന്മകളെ കാണുവാനോ നമ്മൾ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.